ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കൂടെ ആർക്ക് ഓർമ്മയുണ്ടോ ഗായ്സ് ഈ വെച്ചകളൊക്കെ? ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങളിത് അന്ന് നിർത്തി വെച്ച ബീച്ചിൽ തന്നെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഞങ്ങളിതാ കോളേജിൽ നിന്ന് എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് വന്നാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ മനോരമൻ്റെ ബിനാലെ ഉണ്ട്, പവലിയൻ ബിനാലെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ആർട്ട് എക്സിബിഷൻ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് കാണാമെന്ന് കരുതി. ഇപ്പോൾ ഇതാ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എത്തി. ഒരു ഡ്രിങ്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഗൈസ്. തെൻസി ആനനെ കണ്ടു. ഇതെന്ത് ബുക്കാണോ? പുസ്തകത്തിന്റെ ചീളുകള്. നമുക്ക് അവിടെ പോണം കേട്ടോ. നല്ല വെയിലാണ് ഗൈസ്. വേണം നമ്മൾ പ്രിപ്പയർഡ് ആണ് ഗൈസ്. എനിക്ക് തല ചുറ്റലാണ് ഗൈസ്. അല്ലെങ്കിൽ കോരെടുത്ത് കൊണ്ടുപോകണ്ടേ ഗൈസ്. ഞങ്ങൾ കൊച്ചി ബിനാലെ കാണാനിതാ ഇവിടെ എത്തി ഗൈസ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വീഡിയോ എടുക്കണമെങ്കിൽ സീനാവോ? ഇങ്ങനല്ലേ? ഇതിൽ കൂടെ അല്ലേ നമ്മുടെ സഫാനിതാ വളണ്ടിയർ. ഹായ് മിസ്റ്റർ സഫ്വാൻ. ഇത് നിങ്ങളുടെയാണോ ഈ പരിപാടി? നിങ്ങളുടെ സ്വന്തം എല്ലാം എൻ്റെ വർക്കാ? അനക്ക് തൊടാൻ പറ്റോടാ? അനക്ക് തൊടാൻ പറ്റുമോ? ഗ്ലൗസ് ഇടണ്ടേ? അയ്യോ പണ്ടത്തെ അയൺ ബോക്സ് ആണോ? ത്രാസൂടെ ലോക്ക്, പണ്ടത്തെ ലോക്ക്. ഇതെന്താണ്? വണ്ടിന്റെ എന്തോ? അതിങ്ങനെ അല്ല, വണ്ടിയല്ല, ഇതെന്തോ മെഷീൻ ഇങ്ങനെ കറക്കണ സാധനം. ഇതെന്ത് മനസ്സിലായോ? ഇറച്ചിയൊക്കെ തൂക്കിയിടണത്. അത് ഇറച്ചി തൂക്കണല്ല. നിങ്ങൾക്ക് തള്ളൽ കേൾക്കാം. അല്ല, സീരിയസ്ലി മാർക്കറ്റിലില്ലേ ഈ ചുമട്ട് തൊഴിലാളികൾ ചാക്ക് എടുക്കൂലേ? ഈ ഒരു വേഷം പറഞ്ഞ മൂവിയില് അയാൾ എന്നിട്ട് മമ്മൂട്ടി കുട്ടിയായിരിക്കുമ്പോ ഈ സാധനം വെച്ചിട്ടല്ലേ? ഇതെന്താ സാർ? സാർ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഞങ്ങൾക്ക്. അലുമിനിയം ഫോയിലാണ്. നമ്മളെ എനിക്ക് മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഇത് ചെയ്യലേ? എന്തൊക്കെ കാണാൻ പോകുന്നു നമ്മൾ. ഇത് കണ്ടോ ഗൈസ്? ഇങ്ങനെ ഓ ഗൈസ്,
ഫ്രം പേപ്പർ. ഓ മോനെ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നോ. ഇങ്ങനെ കണ്ടോ നമുക്കൊന്നും തോന്നില്ല. ഇതാ ഇത് കളർ പെന്നോ? ലിപ്ടാപ്പിൻ്റെ കുഞ്ഞിട്ടുന്ന മാവൽക്കാർ ലിപ്ടാപ്പി ലിപ്ടാപ്പിൻ്റെ ശുദ്ധരിക. ഓ അതാണല്ലേ ഈ വീടൊക്കെ. നൈസ്. ഇത് പേസ്റ്റിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ പെൻസി ഉണ്ട് കേട്ടോ ഗൈസ്. പെയിന്റിങ്ങും ഓളും. ഡ്രസ്സും അതേപോലെ മനസ്സിലാവുന്നില്ല. പെൻസിയൊന്നും അളകിക്കാനും മനസ്സിലാവില്ല. ഇതിൻ്റെ വർക്കാണ്. സോ ഞാൻ അടുത്തതാണ്. പെട്ടെന്ന് എൻ്റെ വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്. ഓ ഇതെന്താ ടൈറ്റാനിക് കപ്പലാണോ? ഇത് ഇതിമ്മ തന്നെ ജോയിനാ. നിങ്ങളുടെ സാലറി കട്ടാവോ? ഞാൻ ഒന്ന് ഇങ്ങനെ പിടിച്ചോക്കട്ടത്. നമ്മൾ അതാണല്ലേ സൂക്ഷ്മമായി നിരീക്ഷിക്കണം പറഞ്ഞേ. ഞാനോട് ചോദിച്ചു. ഇതൊക്കെ സഫ്ന ഈ ഉണ്ടല്ലോ കേട്ടോ. ഇതിലേ ഈ വർക്കിലേ ഒരു അരിവാ കത്തി കാണിച്ചു തരുമോ? ഓളെ കണ്ണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇന്നത് ക്ലേ ആണോ? ഈ വരണ്ട ഇവിടെ പറഞ്ഞ സീനാണ്. കിച്ചണാണ്. നമ്മളൊരു പുതിയ വീട് കൺസ്ട്രക്ഷൻ ചെയ്യും. ഇത് ടോയ്ലറ്റ് അല്ലല്ലേ? ഇതൊരു ഇത് ഡൈനിങ് ഹാള്. ഇത് ബെഡ്റൂം. Keep a distance, 1 m distance, keep it. ഈ ഇവിടെയുള്ള മീനോ ഗൈസ് വുഡ് ആൻഡ് അക്രിലിക് വർക്കാണ്. ഇത് ഞാൻ ആരോ ഫോട്ടോയിൽ സ്റ്റോറി കണ്ടു. ലാൻഡ്സ്കേപ്പ് സെറ്റായി. Now
ഗേൾസ്. ഞാൻ തെഞ്ചിക്ക് ജാൻമണിന് ഒരു കാര്യം കാണിച്ചിരുന്നു ജാൻമണിന്റെ വീട് ഞങ്ങൾ തെഞ്ചിന്റെ റിയാക്ഷൻ എടുക്കാം ഗൈസ്. ഈ വീട് കണ്ടിട്ട് ജാൻമണിന് വന്നിട്ട് ഇങ്ങോട്ട് ജാൻമണിന്റെ വീട് എന്താ കഴിക്കണം? പപ്പൻസ് ബിരിയാണി ഫിഷാണ്. അതല്ല അകിന്റെ ചോറ് വരുന്ന ഒരു വീഡിയോക്ക് റീച്ച് കൂടാ. ഇടയിലൊരു ചോറ്. പാവം ഗൈസ്, നമ്മളാക്കി വീട്ടിൽ നോമ്പാണ് ഗൈസ്. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഫുഡ് ഉള്ളിൽ. സോ ഗൈസ്, ഞങ്ങൾ അഗെയിൻ നമ്മൾ കൊണ്ടുവന്ന ഇത് ഞങ്ങൾ എക്സം സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. അഗെയിൻ വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുന്നു. ബെൻസി എന്താ നോക്കണേ? ആനന്റെ കമ്മൽ പോയി ഗൈസ്. അത് വീണ്ടും തിരയാൻ വന്നതാണ്. നോക്കട്ടെ, അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് കിട്ടി. 50 rupees ആണല്ലേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. മയത്തുള്ളിനെ കിട്ടി. അതൊക്കെ ഇട്ടു. എനിക്ക് 2 കമ്മല് വേണം. ചെറുതൊന്നും ഭംഗിയുണ്ടാക്കിയേ. ലൈക്ക് ദിസ്. ഗൈസ്, അന്നെടുത്ത അതേ സ്പോട്ടിൽ നിന്ന് തന്നെ ആനയെ കിട്ടി. പക്ഷേ പിങ്ക്, റെഡ്, ഇതല്ല രസം. ഇതല്ലേ രസമുണ്ട്. എനിക്ക് എനിക്കും പിങ്ക്. അതിന്റെ യെല്ലോ ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലേ? ആ മറ്റേ ഇതിന്റെ മാതിരി ഇല്ലേ? മറ്റേ ഗോൾഡ്. ആ, എടുക്കല്ലേ. വിചാരിച്ച് കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിന് കിട്ടിയില്ലെങ്കിൽ ഫൈനലി ഒരു ആനുള്ളത് കിട്ടി. എന്താ നല്ല ഭംഗിയില്ലേ? ഓ, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു നേവി അല്ല സ്കൈ ബ്ലൂ തരിയുള്ള തന്നെ ഞാൻ എപ്പോഴും ഇടാവും. ഈ ബ്ലൂ എനിക്ക് വേണ്ടി. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ആഫ്റ്റർ എ ലോങ് ടൈം കഷ്കെ വന്നു. നോക്ക്.